നമസ്കാരം. കേരളം കണ്ട പെൺ പോരാട്ടത്തിൻ്റെ സമരഗാഥ രചിച്ച സെക്രട്ടേറിയറ്റിന് പരിസരത്ത് നടന്ന ആശാ സമരത്തിൻ്റെ സമര നായികയായ സബൂറ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. ആദ്യത്തെ പ്രചരണം എന്ന രീതിയിൽ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടുള്ള പ്രചരണം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. സബൂറയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടാണല്ലേ? അല്ല, ഞാൻ രണ്ടാം തവണയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഞാൻ പങ്കെടുത്തിരുന്നു. ഇതെൻ്റെ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പാണ്. സമരം നൽകുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. ആ വിശ്വാസം കൈമുതലാക്കിക്കൊണ്ടാണോ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? അതെ, ഓരോ സമരവും നമുക്ക് കൂടുതൽ കൂടുതൽ പ്രചോദനം നൽകുന്നതാണ്. ആശാ സമരം എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ മനസ്സിൽ ഇന്നും ഒരു നീറുന്ന വിഷയമായിട്ട്, കാരണം നമ്മൾ പ്രവർത്തന രംഗത്തേക്ക് പോകുമ്പം ആശാസമരം ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളൊരു അനുഭവം അതെന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു എന്താ പറയുന്നത്, അവരുടെ വിഷയമായിട്ട് അവർ ഏറ്റെടുത്തതുപോലെയാണ് ആശാസമരത്തെ ജനങ്ങൾ കാണുന്നത് തന്നെ. ഇപ്പോൾ സാധാരണഗതിയിൽ സർക്കാർ, നമ്മളുടെ ഇടതുപക്ഷ സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നത്. ഈ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോഴാണ് ആശാസമരം നടക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാം, വളരെ തുച്ഛമായ വേതനം പറ്റിക്കൊണ്ടാണ്, ഓണറേറിയം പറ്റിക്കൊണ്ടാണ് ഈ ആശാ വർക്കർമാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഒന്നിനും തികയില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് 266 ദിവസമാണ് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെയിലും മഴയും എല്ലാം അതിജീവിച്ചുകൊണ്ട് സമരം നടത്തിയത്. പക്ഷേ ആ സമരത്തെ പുച്ഛിക്കുന്ന തരത്തിൽ, സമരത്തിലൂടെ അധികാരത്തിൽ വന്ന, സമരത്തെ മുറുകെ പിടിച്ചിരുന്ന ആളുകളാണ് ഈ ഭരിക്കുന്ന ആളുകളെങ്കിലും ഇന്ന് സമരത്തെ വളരെ പുച്ഛത്തോടുകൂടി, സമരത്തിന് ഒരു വിധത്തിലും സമരം ചെയ്യാൻ പാടില്ലാത്ത തരത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സമരം എന്താണെന്ന് സർക്കാരിനെയും പൊതുജനങ്ങളെയും ബോധ്യപ്പെടുത്താൻ ഈ ആശാ സമരത്തിലൂടെ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരായ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഈ സ്ത്രീകൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സമരത്തിലൂടെ ഉണ്ടായിരിക്കുന്ന നേട്ടം. അത് സർക്കാരിനൊരു തിരിച്ചടി തന്നെയാണ്. സർക്കാരിനെ ഇരുത്തി ചിന്തിപ്പിക്കാൻ പറ്റുന്ന ഒരു സമരം കൂടിയായിരുന്നു ഈ ആശാ സമരത്തിൻ്റെ ഒരു പ്രതിഫലനം എന്ന രീതിയിൽ ഈ ആശാ സമരത്തിന് ശേഷം സ്ത്രീകൾ ഒരുപാട് നമ്മുടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഇറങ്ങുന്നതിനൊരു കരുത്തായി എന്നൊരു തോന്നലുണ്ടോ? ഉറപ്പായിട്ടും ആശാ വർക്കർമാർ ഇത്തരം വിഷയങ്ങളിലൊന്നും ഇടപെടാതെ അവരവരുടെ പണി മാത്രം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ ഈ സമരം 266 ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന ഈ സമരം ആശമാർക്ക് വലിയൊരു അനുഭവവും പാഠവും. അവരിങ്ങനെ വീടുകൾക്കുള്ളിൽ ഇത്തരം കാര്യങ്ങൾ മാത്രം ചെയ്ത് ഒതുങ്ങിക്കഴിയേണ്ടവരല്ല, മറിച്ച് സമൂഹത്തിൽ അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനും നേടിയെടുക്കാനും പറ്റുമെന്നുള്ളൊരു ബോധ്യം ഈ ആശാ സമരത്തിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തന്നെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, ആമുഖത്തിൽ പറഞ്ഞതുപോലെ, ഒരു വീറുറ്റ ഒരു പെൺ പോരാട്ടത്തിൻ്റെ സമരഗാഥ രചിച്ച ഒരു ഇതാണ്. അപ്പോൾ അതിനെ നമുക്ക് ആർക്കും മറന്നു കളയാനോ നമ്മുടെ നാട്ടിലെ ജനഹൃദയങ്ങളിൽ നിന്ന് അതിനെ മായ്ച്ചു കളയാനോ പറ്റാത്തൊരു സാഹചര്യത്തിൽ, കാരണം അധികം വൈകാതെ ആ സമരത്തിൻ്റെ ഒരു പിന്തുടർച്ചയുടെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ആ സമരം ജനഹൃദയങ്ങളിൽ ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. മറ്റ് മുന്നണികൾ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്നത് എല്ലാ തവണയും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത്തവണ അത് കുറച്ചുകൂടെ വൈകിപ്പോയി എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഞങ്ങൾക്കങ്ങനെ മറ്റ് പ്രതിബന്ധങ്ങളോ മറ്റ് തടസ്സങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആദ്യമേ തന്നെ നമ്മളുടെ കേരളത്തിൽ 32 മണ്ഡലങ്ങളിലാണ് മത്സരിക്കുന്നത്. വളരെ നേരത്തെ തന്നെ നമ്മൾ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും, പ്രചരണം ആരംഭിക്കും, പ്രവർത്തനങ്ങൾ നടത്തുകയും തുടങ്ങിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് ആശയമാണ് ഉയർത്തിപ്പിടിക്കുന്നത്? നമ്മളുടെ കോർപ്പറേറ്റുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ, അതായത് കേന്ദ്രത്തിൽ BJP നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ നയങ്ങളുടെ പിന്തുടർച്ച തന്നെയാണ് കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കേന്ദ്രത്തിലും കേരളത്തിലും ഭരിക്കുന്ന ഈ കോർപ്പറേറ്റ് നയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ശക്തികളെ തൂത്തെറിയുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത്. ജനഹൃദയങ്ങളിൽ ഇതുകൊണ്ട് എത്തിക്കുക. കാരണം സമരങ്ങളുടെ ഒരു നാടാണ് കേരളം. അപ്പോൾ സമരത്തിൻ്റെ നമ്മുടെ നാട്ടിൽ നടന്നു വന്ന പല സമരങ്ങളുടെയും ചാമ്പ്യന്മാരായിട്ട് ഉണ്ടായിരുന്ന ആളുകളാണ് അധികാരത്തിലിരിക്കുന്നത്. പക്ഷേ ഇന്ന് സമരത്തെ അങ്ങേയറ്റം പുച്ഛിക്കുന്ന, സമരത്തെ ഒരു തരത്തിലും അംഗീകരിക്കാത്ത തരത്തിലുള്ള ഒരു മനോഭാവമുള്ള ഒരു മുന്നണിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭരണത്തെ തുറന്നു കാണിക്കാൻ ഒരു അവസരം എന്നുള്ള നിലയിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ കാണുന്നത്. രണ്ടാം തവണയാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്നത്. ഇത്തവണ ഒട്ടേറെ നേട്ടങ്ങൾ ആശാ സമരത്തിലൂടെ നേടിയ ഒരു വ്യക്തിയാണ് സബൂറ.
ഈ തെരഞ്ഞെടുപ്പിൽ വളരെയേറെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണെന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ 266 ദിവസം നടത്തിയ ഒരു വലിയൊരു പോരാട്ടത്തിൻ്റെ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സബൂറയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.